എന്നാൽ വലിയ അലാമാത്തുൽ കുബ്ര, വൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽപ്പെട്ടതൊന്നും ഇപ്പൊ സംഭവിച്ചിട്ടില്ല. അത് വന്നു കഴിയുമ്പോൾ പിന്നെ അധിക താമസൊട്ട് ഉണ്ടാവൂല. അതിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണിത്, ദാബത്ത് പുറപ്പെടും എന്നുള്ളത്. ഇപ്പൊ ഹദീസുകളിൽ നമുക്ക് കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഹഫിളതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസൻ ലം അൻസഹു ബഅദി. എന്താണ് അദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹഫിളതു, ഞാൻ മനപ്പാടമാക്കി, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ മനപ്പാടമാക്കുകയുണ്ടായി ഹദീസൻ, ഒരു ഹദീസ്, ലം അൻസഹു ബഅദ്, അത് കേട്ടതിന്റെ ശേഷം ഞാനത് ഇന്നുവരെ എന്ത് ചെയ്തിട്ടില്ല, മറന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഇതുവരെ മറന്നിട്ടില്ലാത്ത ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറയാണ്, സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരമാണ് പറഞ്ഞത്, ഇന്ന അവ്വലൽ ആയാതി ഖുറൂജൻ തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ വ ഖുറൂജു ദാബത്തി അലൻ നാസി ദുഹൻ വ അയ്യതുഹുമാ കാനത് ഖബ്ല സാഹിബതിഹാ ഫൽഉഖറാ അലാ അസരിഹാ ഖരീബാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. എന്താണ് അതിൽ പറയുന്നത്? ഇന്ന അവ്വലൽ ആയാതി ഖുറൂജൻ, വലിയ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ആദ്യമായി പുറപ്പെടുന്ന സംഗതി എന്തായിരിക്കും സംഭവിക്കുക? തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അതൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ്. ലോകത്ത് ഇന്ന് വരെ പരിചയം എന്താണ്? കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കലാണ്. ലോകാവസാനത്തിന്റെ ഘട്ടത്തിൽ സൂര്യൻ എവിടുന്ന് ഉദിക്കും? പടിഞ്ഞാറുന്ന് ഉദിക്കും. അതാണ് ഒന്ന്. പിന്നെ വഖുറൂജു ദാബത്തി അലൻ നാസി ദുഹൻ, കണ്ടോ? ആ ദിവസത്തിന്റെ തന്നെ ളുഹാ സമയത്ത്, ഒരു ഇളയുച്ച സമയത്ത്, ളുഹാ എന്ന് പറഞ്ഞ സമയം നമുക്കറിയില്ല, നമസ്കാരം ഇപ്പോൾ ഇളയുച്ച സമയം, നട്ടുച്ച ആയിട്ടില്ല, അതിന്റെ മുമ്പുള്ള സമയത്തിനാണെന്ന് നമ്മൾ പറയാം ളുഹ. ആ പേരിലാണല്ലോ ളുഹാ നമസ്കാരം അറിയപ്പെടുന്നത്. അപ്പൊ ദാബത്ത്, ഒരു പ്രത്യേക മൃഗത്തിന്റെ പുറപ്പാടുണ്ടാകും. അലന്നാസി, ജനങ്ങളുടെ മേൽ ആ മൃഗം പുറപ്പെടും. ളുഹൻ, അതൊരു ഇളയുച്ച സമയത്തായിരിക്കും പുറപ്പെടുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യതുഹുമാ കാനത്ത് ഖബ്ല സാഹിബതിഹാ ഫൽഉഖറാ അലാ അസരിഹാ ഖരീബൻ. ഈ രണ്ടിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിന്റെ തൊട്ടന്നെ മറ്റതും വരും. ഒരുപക്ഷെ ചിലപ്പോൾ ആദ്യം മൃഗം വന്നു വരും, അപ്പോൾ പിന്നെ സൂര്യന്റെ ഉദയം അങ്ങനെ സംഭവിക്കും. എന്താണോ സംഭവിക്കുന്നത്, എന്തായാലും അന്ത്യനാളിന്റെ വളരെ അടുത്തായിട്ട് സംഭവിക്കുന്നത്, അതിൻ്റെയും മുന്നേ പുറപ്പെടുന്നതാണ് ഖുറൂജു ദജ്ജാൽ. ദജ്ജാലിന്റെ പുറപ്പാടുണ്ടാകും. എന്നിട്ട് ഒരുപാട് കാലം അവന്റെ തേരോട്ടമുണ്ടാകും, അവന്റെ ഒരുപാട് ഫിത്തനകൾ ഉണ്ടാകും, ഫസാദുകൾ ഉണ്ടാകും. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ജനങ്ങൾ അവന്റെ കൂടെ അനുയായികളായിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിൽ കൂടുതലും സ്ത്രീകളായിരിക്കും. കാരണം ഈ അത്ഭുതം കാണിക്കുമല്ലോ ദജ്ജാൽ. ഈ അത്ഭുതം കാണിക്കുന്നവരെ പിന്നാലെ ഏത് കാലത്തും പിന്നാലെ കൂടെ പെണ്ണുങ്ങളാണ് അധികം. അപ്പം അതുകൊണ്ട് അവരുണ്ടാകും. ഇങ്ങനെ പിന്നെ അവന്റെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ദജ്ജാലിനെ കുറിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം നമ്മൾ. എപ്പോഴും കേൾക്കാത്ത വിഷയമാണ്. ദജ്ജാലിനെ കുറിച്ച് നമ്മൾ ദിവസം 5 നേരം പറയുന്നുണ്ട്, നമ്മൾ ഓർക്കണം. എന്നാൽ ആർക്കും അതിനെപ്പറ്റി അറിയില്ല. ആ ദജ്ജാലിൻ്റെ അറിയാം. എന്നിട്ട് അതിന് ചില ആൾക്കാർ പറയും തീവണ്ടിയാണോ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്, വേറെ പലതുമാണ്, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ ഹദീസിൽ ഒരുപാട് വന്നതാണ്. അപ്പം അതൊക്കെ വിശാലമായി പഠിക്കേണ്ടതാണ്. നമ്മൾ പരലോകം വിശ്വാസം എന്ന തുടർച്ചയായ നമ്മുടെ പ്രഭാഷണ പരിപാടിയിൽ നമ്മൾ ദജ്ജാലിനെ കുറിച്ച് 5ഓ 6ഓ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. ഒക്കെ യൂട്യൂബിൽ ലഭ്യമാണ്, നിങ്ങൾ കേൾക്കണം. എന്താ ഈ ദജ്ജാൽ നോക്കുക, 5 നേരം പറയുന്നുണ്ടല്ലത്. അമീൻ ഫിത്തനത്തിൽ മസീഹി ദജ്ജാലിന് എന്തത് ഇത്ര പറയുള്ളത് എന്നാണ്. മഹാന്മാരായ ലോകം കണ്ട എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ദജ്ജാലിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെയും മുന്നറിയിപ്പ് കൊടുത്തു, എല്ലാ നബിമാരും കൊടുത്തു. അപ്പം അങ്ങനത്തെ ഒരു മഹാസംഭവമാണത്. അപ്പോൾ ദജ്ജാലിന്റെ പുറപ്പാടുണ്ട്. ആ ദജ്ജാലിനെ വധിച്ചു കളയുവാൻ വേണ്ടി മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന സ്ഥലം പറഞ്ഞു, ഇറങ്ങി വരുന്ന വേഷം പറഞ്ഞു, ഇറങ്ങി വരുന്ന രൂപം പറഞ്ഞു, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി വരുന്ന സമയം പോലും പറഞ്ഞു. അത് നടക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. അതൊക്കെ അശറാത്തു സാഅത്തിൽ കുബ്ര, വലിയ ദൃഷ്ടാന്തങ്ങളാണ്. അതിൽപ്പെട്ടൊരു ദൃഷ്ടാന്താണെന്ന്, ഒരു മൃഗം പുറപ്പെടും. അതാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്, വൈദാ വഖഅൽ ഖൗലു അലൈഹിം, അവരുടെ മേൽ വാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ. എന്താ ഈ വാക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ? അതായത് അവരുടെ സത്യനിഷേധം, ആ സത്യനിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ
ഖിയാമത്ത് നാളിനെയും പുനരുത്ഥാന നാളിനെയും ഒക്കെ അവർ നിഷേധിക്കുന്ന ആ ഒരു രൂപത്തിലുള്ള ഒരവസ്ഥയിൽ ജനങ്ങൾ എത്തി അവരിൽ നിന്ന് വിശ്വാസത്തിൻ്റെതായ ഒരു സ്വഭാവങ്ങളും പ്രകടമാകാത്ത ഒരവസരത്തിൽ ഇനി അവരുടെ മേൽ ഖിയാമത്ത് നാൾ ഉടനെ സംഭവിക്കാൻ പോവുകയാണ്. ആ സമയത്തുമ്പോൾ എന്നർത്ഥം. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം ലാ തഖൂമുസ്സാ ഇല്ലാ അലാ ശിറാറിന്നാസ് എന്നാണ്. ജനങ്ങളിലെ ഏറ്റവും വൃത്തികെട്ട ദുഷിച്ചവരുടെ മേൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? അതിനാൾ സംഭവിക്കുകയുള്ളൂ. ആ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാളും വന്ന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ കഅബയുടെ ഓരോ കല്ല് ഹജറൻ ഹജറൻ, അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറയണ, ഞാനിങ്ങനെ നോക്കി കാണുന്നത് പോലെയുണ്ട്. ഒരു കുറിയ കാലുകളുള്ള, ഉയരം കുറഞ്ഞ കാലുകൾ, നടന്നു പോകുമ്പോൾ രണ്ട് കാലും ഇങ്ങനെ പരത്തി വെച്ച് നടക്കുന്ന, കാല് രണ്ടൊന്ന് ഉള്ളിൽ പുറത്തേക്കൊന്നിങ്ങനെ ഒരു ആംഗിളായിട്ട് വളഞ്ഞിട്ട് ആ പ്രത്യേക സ്റ്റൈലിൽ നടക്കുന്ന, അവൻ്റെ മിസഹാക്ക് കൊണ്ട് അഥവാ അവൻ്റെ കൈക്കോട്ട് കൊണ്ട് വന്ന് കിളച്ചുകോരി ഓരോ കല്ലും ഇങ്ങനെ എടുത്ത് ഇളക്കി എറിയുന്നത് ഞാൻ അവനിലേക്ക് നോക്കുന്നത് പോലെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. കഅബയാണ് പൊളിക്കണത്. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ആരാ അവിടെ പോകണം? പിന്നെ അവിടെ അള്ളാഹ് എന്ന് പറയണ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകളില്ല. അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയഉറുസു ഇലൽ മദീന കമാ തഉറുസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഇന്നൽ ഈമാന, തീർച്ചയായും ഈമാൻ, ലയഉറുസു ഇലൽ മദീന, മദീനയിലേക്ക് ചുരുണ്ടുകൂടും. ഈമാൻ മദീനയിലേക്ക് ചുരുണ്ടുകൂടും. കമാ തഉറുസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് ചുരുണ്ടുകൂടും പോലെ. അങ്ങനെ മദീനയിൽ ദജ്ജാലിന്റെ പ്രവേശനമില്ല, മക്കയിലുമില്ല. മദീനയിൽ നിന്ന് തന്നെ, മദീന തന്നെയും അവിടെയുള്ള എല്ലാ നികൃഷ്ടരായ ആളുകളെയും പുറന്തള്ളും എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരുപാട് വലിയ വിഷയങ്ങളാണ് അതൊക്കെ, നമ്മൾ പഠിക്കേണ്ടതാണ്. അതൊക്കെ നമ്മൾ ആ പരലോക വിഷയം എന്നതിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണം. ഒരുപാട് വർഷം മുമ്പ് നടത്തിയതാണെങ്കിലും നമ്മൾ കേൾക്കണം. അതൊക്കെ നമ്മളെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പെട്ടതാണ്. എന്താണ് അതൊക്കെ? ലോകത്തിൻ്റെ അവസാനം, ലോകാവസാനത്തിന് മുന്നോടിയായിട്ട് സംഭവിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. കുറേ അതൊക്കെ വന്നു കഴിഞ്ഞു, കുറേ ഇനി വരാനുണ്ട്.